ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഉച്ചോട് ഉണ്ടാക്കും പല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു. നല്ല സൂപ്പർ കടലക്കറി കഴിച്ചു. അത് കഴിച്ചു. ഇനിയിപ്പോൾ അടുത്തത് അപ്പം എന്നോട് പറഞ്ഞു കേട്ടാ അമ്മ കഴിക്കണ വീഡിയോ ഇടണ്ടാന്ന്. ഞാൻ നിർത്തി. ഞാൻ കഴിക്കണ വീഡിയോ നിർത്തി. ഞാൻ കഴിക്കണ ആൾക്കാർക്ക് പ്രശ്നം ഞാൻ കഴിക്കണ വീഡിയോ നിർത്തി. അപ്പോൾ അങ്ങനെ ഒരു കഷ്ണം പെട്ടും കടലേക്ക് കഴിക്കരുത് ഇടാട്ടാ. അല്ലെങ്കിൽ എത്ര കഷ്ണം കഴിക്കും? ഒരു കഷ്ണം 1.5 കഷ്ണം അത്ര കഴിക്കാം. അത് ഇത്രയൊക്കെ ഉള്ളൂ കഷ്ണം എന്ന് പറയുന്നത്. ഇത്ര കഷ്ണമൊന്നും അല്ല. ചേട്ടപ്പെട്ടൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോ മാറ്റി അത് അത്ര ഓരോരുത്തർ കയറില്ല എന്നുള്ളത് കൊണ്ട് ഞാനത് നിർത്തി വെച്ചു. പിന്നെന്താ പറയാൻ വന്ന കാര്യം ഉണ്ടല്ലോ, ക്ഷീണം. അതാണ് പറയുന്നത്. അന്ന് ഭയങ്കര എനിക്ക് ഭയങ്കര ക്ഷീണം. വീഡിയോ ഇടണം എനിക്കറിയാലോ, വീഡിയോ ഇടണം. അതുകൊണ്ട് ഞാൻ എഴുതി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഉച്ചയൂണ് ഉണ്ടാക്കാൻ കുറെ ദിവസമായി നമ്മുടെ വീട്ടിൽ ഉച്ചയൂണ് കഴിച്ചിട്ടല്ലേ. ഇന്നലെ അമ്പലത്തിലേക്കായിരുന്നു. ഇന്നലെ വിഷ്ണുവാട് അമ്പലത്തിൽ ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. നമ്മള് ഉച്ചക്ക് കഴിച്ചില്ല. ഉച്ചക്ക് കഴിച്ചു 4 മണിയോട് കൂട്ടി ചോറ് കഴിച്ചു. എറണാകുളത്ത് തന്നെ കഴിച്ചു. രാത്രി കഴിച്ചില്ല. മിഞ്ഞാന്ന് രാത്രി കഴിച്ചിട്ടില്ല. ഇന്നലെ രാത്രി കഴിച്ചിട്ടില്ല. ഇന്നലെ കുക്കുംബർ കഴിച്ചു. I love you. കുഞ്ഞൻ അപ്പൊ അങ്ങനെ എന്താ പറയാ, ഇത് ഇന്നലെ രാത്രി മിഞ്ഞാന്ന് രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. മിഞ്ഞാന്ന് അതിന്റെ തലേ ദിവസം ഒരു നേരം ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇതൊന്നും ആരും അറിയണില്ല. കഴിക്കാത്ത ദിവസത്തൊന്നും അറിയില്ല. വല്ലപ്പോഴും ഒരു ഫുഡ് കഴിക്കാനുള്ളത് ആകെ കഴിക്കില്ല. ഇതാണ് പ്രശ്നം. ആരും ഭക്ഷണം കഴിക്കാനാണോ ജീവിക്കുന്നത്? എനിക്ക് അത് അറിയാത്തത്. ഞാൻ മാത്രം ഫുഡ് കഴിക്കുന്ന ആളുള്ള ലോകത്ത് വേറെ ആരും കഴിക്കുന്നില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഈ മാസം ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. അതിന് ദേവത കഴിച്ച ആരോഗ്യം വേണം. എന്നാലും അതിനൊക്കെ പോകാൻ പറ്റുള്ളൂ. ഫംഗ്ഷൻ ഉണ്ട്. പക്ഷെ എന്നാലും ഫംഗ്ഷന് പോയി നമ്മള് എന്താ കോട്ടുവാ ഇങ്ങനെ തീരെ വയ്യ. ഞാൻ വിളിക്കുന്ന വീഡിയോ ഇല്ല. എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ളതാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കി തീരുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പറഞ്ഞില്ല. ഞാൻ കിടന്നു തീരെ വയ്യ. എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. എന്താ വെച്ചാൽ കുറേ ദിവസം ആ ഗുളിക കഴിച്ചതിന് ശേഷം നിൽക്കാനും ഉറക്കം കിട്ടിയില്ലായിരിക്കും. അതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരിക്കും. എനിക്ക് രാവിലെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഭക്ഷണം ഉണ്ടാകാത്തൊന്നും ഒരു കുഴപ്പമുണ്ടായി. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു മണിക്കൂറേക്ക് ഭയങ്കര ഇങ്ങനെ ശരീരം മൊത്തം ഇങ്ങനെ കുഴയണ പോലത്തെ ഒരു അവസ്ഥ കേട്ടോ. എന്താന്നല്ലേ, ശരീരം മൊത്തം കേടായി. അത് നമുക്ക് സ്വയം അറിയുന്നുണ്ട്. പിന്നെ ചോറ് കഴിക്കുന്നത് നിർത്തി. ഞാൻ ഇൻസുലിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫുഡ് ഇങ്ങനെ നിയന്ത്രിക്കാനും പറ്റില്ല. എന്നോട് നിയന്ത്രിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡോക്ടറെ വാക്കെടുക്കുന്നുണ്ട്, കമൻറ്റിൻ്റെ വാക്കെടുക്കുന്നുണ്ട്. എനിക്ക് അതറിയാത്തത്. എന്നോട് ഡോക്ടർ ഉച്ചയ്ക്ക് ചോറ് തന്നെയാണ് കഴിക്കാൻ പറഞ്ഞത്. രാവിലെ ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ചോളൂ. ഏറ്റവും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്നോട് പറഞ്ഞത് നല്ല പിട്ടും കടലക്കറി കഴിക്കാനാണ് പറഞ്ഞത്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പിട്ടും കടലയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കടലോടേക്ക് പുട്ടും കറി നമുക്ക് അത്ര ടേസ്റ്റ് ഉണങ്ങിയ കടല പത്ത് ഫീൽ ആയി. ഇപ്പൊ കാര്യം നെക്സ്റ്റ് ഒന്ന് കടലും പയറും ഒക്കെ മേടിക്കാൻ പറയുമ്പോൾ നല്ല കടലും പയറൊക്കെ കിട്ടും. ഞങ്ങൾ അവിടെ സെക്കൻഡ് ക്വാളിറ്റി മേടിക്കുന്നു. എന്നിട്ട് നല്ലത് സെക്കൻഡ് ക്വാളിറ്റി മതിയായിരിക്കും. ഫസ്റ്റ് ക്വാളിറ്റി മേടിക്കുന്നുണ്ട്. സെക്കൻഡ് ക്വാളിറ്റിൻ്റെ അടുത്ത നല്ല ഐറ്റംസ്. കടലൊക്കെ ഒരേ ക്വാളിറ്റി ഉള്ളതൊന്നും അല്ലേ? ചെറുപയറുണ്ടായിരുന്നു 2 തരം. അതിന്റെ സെക്കൻഡ് ക്വാളിറ്റി ഞാൻ മേടിച്ചത്. വെള്ളക്കടലുണ്ടായിരുന്നു. ഈ കടല ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു. കോഴിമുട്ട എനിക്ക് കണ്ടു. അതാണ് പ്രശ്നം. അപ്പം കോട്ടയിട്ട് തോൽക്കാണ്. അപ്പം ഞങ്ങള് ഫംഗ്ഷനൊക്കെ പോയി. പറയാൻ വന്നത്, നമ്മൾ എത്ര ഫംഗ്ഷന് പോയി നമ്മൾ വീട്ടിലെ ഒരു ഉപ്പേരി ചോറ് അച്ചാറ് കിട്ടി ഉണ്ണ പോലെ ഉണ്ണാൻ പറ്റും. അത് പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ നല്ല ആസ്വദിച്ചിരിക്കും. നല്ലൊരു കൂർക്കുപേരും ഒരു അച്ചാറ് നടക്കുന്നത് നമ്മൾ ഇഷ്ടത്തിൽ ചോറും. അപ്പോൾ തിരിച്ച് നമ്മളൊക്കെ ഒരു ഫംഗ്ഷനാണ് മീൻകറി ഉണ്ടാവും, ചിക്കൻ വറുത്തുണ്ടാവും, ബീഫ്. എന്നാലും നമ്മൾ എത്ര ഉണ്ടാകും? അതിന്റെ ഒരു കാവശം പോലും കഴിക്കില്ല. പിന്നാണ് ഞങ്ങളൊരു ഫംഗ്ഷന് പോയിട്ട് കുണുക്കിനത്ത് ഇത്ര ചോറ് ഇട്ടു. ഒരു ചട്ടൻ ചോറാണ് കുണുക്കിന് ഇട്ടത്. അതിന്ന് കുണുക്കൻ തിന്നിട്ട് ബാക്കി വെച്ചു. ഒരു ചട്ടൻ ചെന്ന് കുണുക്കൻ കഴിച്ച് ബാക്കി വെച്ചു. ഞാനും കഴിച്ച് ബാക്കി വെച്ചു. അപ്പോൾ ചോറിൻ്റെ ഉണ്ടല്ല അളവ് ആലോചിച്ചേക്ക്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഫുഡ് അടി. അല്ലാണ്ട് നിങ്ങൾ കാണുന്ന പോലെ ഇപ്പം ഞാൻ ഫുഡ് ചോറ് എടുത്ത് ഞാൻ കുഴക്കുന്നത് കാണുമ്പോൾ ഞാൻ ഇപ്പം അതിൽ കുറേ കാണണം തോന്നും. പക്ഷെ ഞാൻ അതിന് മാത്രം അതിൽ എടുക്കില്ല. ഇനിയിപ്പോൾ അതിലുണ്ടെങ്കിലും
പൊന്നു വന്നിട്ട് ആ എന്ന് കാണിക്കും, കുഞ്ഞ വന്നിട്ട് ആ എന്ന് കാണിക്കും, അതിൻ്റെ ഇടയിൽ കുണിക്ക് വന്ന് ആ എന്ന് കാണിക്കും. അതിനൊക്കെ ഞാൻ പറയും, ഞാൻ എനിക്കല്ല ചോറെടുക്കുന്നോട് നിന്ന് ആരും വായ കാണിക്കേണ്ടതല്ലേ. ഞാൻ ചിലപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് എനിക്ക് കുറച്ചേരം എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവര് ഭയങ്കര ചെന്നാലും വായ അങ്ങനെ പോകും. പിന്നെ 2 കഷ്ണം മുട്ടാണ്ടായാലും അത് നല്ലതാ, സന്തോഷമാണ്. അല്ല ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കണമെങ്കിൽ നെഗറ്റീവ് പറയുമ്പോൾ ഉണ്ടാവണം നമുക്കൊരു ഇറിറ്റേഷനിൽ നമ്മൾ പറഞ്ഞു പോണ കാരണമാണ്. അപ്പോൾ എന്തായാലും ഫുഡ് വീട്ടിലത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തൊക്കെ നിങ്ങൾ ആരൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും കമൻറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് ഹോട്ടലിനേക്കാൾ ഇഷ്ടം ഞങ്ങൾക്ക് ഞാൻ വീട്ടിലോട്ട്. പിന്നെ നമ്മുടെ സാഹചര്യം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ നേരമില്ല, സാഹചര്യങ്ങളോട് നമുക്ക് കഴിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ കഴിക്കുന്നേ നിവർത്തില്ല. അപ്പോഴും നമുക്ക് പറ്റിയ 1-2 ഹോട്ടലുകളുണ്ട്, അവിടെ നിന്ന് ഞങ്ങൾ കഴിക്കാറുള്ളൂ. കണ്ണിയുള്ള അറിയാത്ത ഹോട്ടലിൽ പോയി കഴിക്കാൻ പരമാവധി ഞങ്ങൾ ശ്രമിക്കാറില്ല. ഉച്ചോണ്ട് ഉണ്ടാക്കി തീരുമെന്ന് എനിക്കറിയില്ല. ക്ഷീണുണ്ടോ? എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. മനസ്സുകൊണ്ട് ഒരു ഇരട്ടനുണ്ട്. എന്താ ഇരട്ടല്ലേ? അതിങ്ങനെ ഇനിയിപ്പോ ഒരു സർജറിയും കൂടി വേണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെതായ കാര്യങ്ങൾ കണ്ടെത്തേണ്ട സാമ്പത്തികം, അതിന്റെ ഒരു ഇരടല്. വേറെ അപ്പൊ അങ്ങനെ കുഴപ്പങ്ങളില്ല. എന്നോട് തെച്ച് കാണാം. അതിന് ഞാനൊക്കെ പോകാൻ വഴി കണ്ടു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും വിഷമിക്കണ്ട. എന്താ വഴി? അല്ല, അങ്ങനെ സർജറി കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേതെങ്കിലും ചെറിയൊരു ഹോസ്പിറ്റൽ അടിച്ചിട്ട് ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ലാസ്റ്റുള്ളൂ ലക്ഷോളം ഞാൻ ചെയ്യരുത്. അതുപോലെ സർജറി കണ്ടിട്ട് നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞിട്ട് നമ്മൾ ഇതിൽ സാധാ അതിന് കുഴപ്പമുണ്ടായിട്ടല്ല, ഉണ്ണിക്ക് ഉണ്ടാവണ ബുദ്ധിമുട്ടുകള് അത് നമ്മുടെ അതിൽ ചിലപ്പോ. ഹലോ, ഞാൻ ലൊക്കേഷൻ അയച്ചാൽ മതിയാ? എനിക്കൊരു ഹായ് ആയിരിക്കും ഇപ്പൊ. അതാ കുട്ടിയല്ലോ. അല്ല, കുട്ടിക്ക് കുട്ടൊന്നുമില്ല. അടുത്ത നമ്പർ ഫീഡ് ചെയ്തിട്ടില്ല അല്ലേ? നമ്പർ പേര് ഫീഡ് ചെയ്തില്ല. ഇതിലെന്നല്ലേ 224 അങ്ങനത്തെ നമ്പർ ഇതിലല്ലേ? അപ്പൊ അങ്ങനെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. അല്ല, അതിപ്പോ ഉണ്ണിക്ക് പറഞ്ഞ സർജറി ഇപ്പൊ സാധാ സ്ഥലത്താക്കാം പറഞ്ഞിട്ടല്ലേ ഉണ്ണിക്ക് അതിലുണ്ടാവണ. ഈ സർജറി സമയത്തേക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് എല്ലാ മെഷീനറികളുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ സർജറി നടത്തുന്ന കാര്യങ്ങൾ. എന്താ വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ആ സമയത്ത് കയറി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മെഷീനറികൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ സാധാ ഒരു ഹോസ്പിറ്റലാകുമ്പോൾ അത് ഉണ്ടാവില്ല. ഞാൻ നമ്മുടെ വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടുണ്ട്, ഇന്നലെ അടുത്ത വീഡിയോ. അപ്പോൾ എനിക്ക് കമൻറ്റ് നോക്കിയതാ. അപ്പം അങ്ങനെ, അപ്പോൾ ഇന്ന് ഉച്ചകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇടയ്ക്ക് കുറേ നാളെ ഇരുമ്പാമ്പുളി ഇട്ടിട്ട് നല്ല മീൻ കറി കഴിക്കാൻ തോന്നിയിട്ട്. അപ്പോൾ നല്ല മീനൊന്നും കിട്ടാനും ഇല്ല. എന്നാലും ആ ഇരുമ്പാമ്പുളിയുടെ ടേസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇരുമ്പാമ്പുളി കൂട്ടി ചോറിന് ഭയങ്കര ടേസ്റ്റ് അല്ലേ. പിന്നെ എനിക്ക് തന്നെ കുറേ നാളായിട്ടൊരു ആഗ്രഹം, നല്ല രാവിലെ ഇരിച്ച് ചോറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചോറ്റുപാത്രം അടച്ചിട്ട് ഒന്ന് ഉച്ചയാകുമ്പോൾ ഊണ് കഴിക്കില്ല. നമ്മൾ സ്കൂളിൽ പോകുന്ന ഒരു കാലഘട്ടം. അമ്മ ചമ്മന്തി ഉണ്ടാവും, ഒരു ഒട്ടും മുട്ട പ്ലേറ്റ് ഉണ്ടാവും, ഒരു ഉപ്പേരി വെച്ച് ഇങ്ങനെ ചോറ്റുപാത്രത്തിൽ ചോറ്റുപാത്രത്തിന്റെ മൂടിയേ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവൂലോ, മൂടി മാത്രമായിട്ട് പോവോ? അതിന് സെറ്റാക്കിയാലോ? അതിന് സെറ്റാക്കിയാലോ? അങ്ങനെ കൊടുക്കേണ്ട പാത്രമായാലും വരാം. അത് പറ്റില്ല, സ്റ്റീൽ പാത്രം. സ്റ്റീൽ പാത്രം നമ്മുടെ എന്റെ പാത്രം അല്ല, ഇങ്ങനെ കോഴിമുട്ട പാത്രം പാടില്ല, അങ്ങനത്തെ പാത്രം സ്കൂൾ. ഇപ്പൊ ആ പാത്രം മേടിക്കേണ്ടി വരുമോ? ആദ്യം അലുമിനിയം പാത്രമായിരുന്നു, അത് മതിയാ? വേണ്ട വേണ്ട, ഞാൻ കൊണ്ടുപോയിട്ടില്ല. നമ്മളൊക്കെ കൊണ്ട് സോറി. ഞാൻ റീൽസ് ലൈക്ക് നിങ്ങൾ ഇടയ്ക്ക് എത്ര ലൈക്ക് എന്താ കണ്ടു? ഇങ്ങനെ പാടി പാട്ട്. അപ്പൊ അങ്ങനെ, അപ്പൊ നമുക്ക് നല്ല അയിലക്കറിയും. ഞാൻ രാവിലെ കടലുപ്പേരി ഉണ്ടാകുമ്പോൾ കുറേ നാളെ കടലുപ്പേരി കഴിച്ചിട്ട്.
ഇവിടെ അന്നേരം ഗൾഫുള്ളപ്പോൾ സ്ഥിരം ഞങ്ങൾക്ക് കടലുപ്പേരി, മുതിരപ്പേരി, പയറുപ്പേരി, ഗ്രീൻ പീസ് ഉപ്പേരി അങ്ങനെയൊക്കെയാവും കേട്ടോ. എന്ന് വെച്ചാൽ കൂടുതൽ ഉപ്പേരിൽ വെക്കണം. മീൻ എപ്പോഴും മേടിച്ചൊരു കറി വയ്ക്കാൻ വറക്കാൻ ചെയ്യണം. കൂടുതൽ ഞങ്ങൾക്ക് ഡെയിലി ഉപ്പേരികളാണ് ഞങ്ങളുടെ ലൈഫിൽ. അപ്പോൾ അന്നൊക്കെ അതിനെ കടലുപ്പേരി ചെയ്യണം, ഒരു അച്ചാർ. ഇപ്പം പിന്നെ അന്യൻ്റെ നാട്ടിലുള്ള സ്ഥിതിക്ക് പിന്നെ കുളുക്കനൊക്കെ ഉള്ളപ്പോൾ മീൻ കറി, ചാറുകറിയൊക്കെ വേണം. അത് ഞാനും പൊന്നും കുഞ്ഞിനല്ല. അപ്പം രാവിലെ ഒരു ഉപ്പേരി വയ്ക്കും, രാത്രി ആകുമ്പോൾ ചിലപ്പോൾ ഉണക്കിൽ വറുത്തിട്ട് ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കും. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റുള്ള ലൈഫായിരുന്നു. ഞാൻ നിങ്ങൾ ഈ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതെന്താണല്ലോ. ഞാനൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് ഗൾഫിലൊന്നും ഞങ്ങൾ ഹോട്ടലിൽ കയറാറുമില്ല, ഭക്ഷണം കഴിക്കുക. എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെയാണ് ഒരു ഹോട്ടൽ ഫുഡ് കയറി കഴിക്കുക. ഇപ്പോൾ ഞങ്ങൾ അപ്പോൾ ഷെബി വന്നപ്പോൾ ആ ഷെബിൻ്റെ മേത്തി കിട്ടുന്നത് അവൻ വന്നിട്ട് അതിന് മുന്നേ നമ്മൾ എവിടുന്ന് മേടിച്ചിരുന്നു. ഷെബി വന്നപ്പോൾ ഷെബി മേടിച്ചു തന്നല്ല ഞാൻ പറഞ്ഞു. അവർ വിശക്കും, അവനാണെങ്കിൽ ഹോട്ടൽ ഫുഡ് ഇഷ്ടം. അപ്പോൾ അവർ എപ്പോഴെങ്കിലും ഹോട്ടൽ ഫുഡ് കഴിക്കണം. അപ്പോൾ അവർ ഹോട്ടലിൽ നിന്ന് കയറി നമുക്ക് കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അവൻ തന്നെ ഓർഡർ ചെയ്ത് വരുത്തും. അപ്പം പിന്നെ ഞങ്ങൾ കഴിക്കും, അത് സ്വാഭാവികമല്ലേ. അല്ലെങ്കിൽ ഞങ്ങൾ ഹോട്ടലിൽ കയറെല്ലാം ബില്ല് അവനെല്ലാം അടയ്ക്കും, ഞങ്ങൾ അടയ്ക്കും, അവനടയ്ക്കും. അവൻ്റെ കാശ് ചിലപ്പോൾ അവൻ അടയ്ക്കും, ഞങ്ങളുടെ കാശ് ചിലപ്പോൾ ഞങ്ങൾ അടയ്ക്കും. ഇതൊക്കെ അല്ല ചവിട്ടി വഴക്കുണ്ടാക്കുന്ന ഒരു സ്വഭാവം, വേറെ ഒന്നല്ല. അപ്പൊ അത് പൊക്കോട്ടെ, നമുക്ക് വേറെ എന്തെങ്കിലും പറയേണ്ട കാര്യം പറയാണ്ടിരിക്കാൻ തോന്നുന്നില്ലല്ലോ. ഇപ്പൊ കാർത്തൂന്റെ പരിപാടി നടത്താത്തതായിരുന്നു കുറെ ആൾക്കാരുടെ പ്രശ്നം. നിങ്ങള് സീമന്ത് ഇത്ര ആർഭാടമായിട്ട് നടത്തിയല്ലോ, കുട്ടിയുടെ ഒരു പരിപാടി അതിന് സ്വർണ്ണം എടുത്തു കൊടുത്തില്ലല്ലോ, അതിന്റെ പരിപാടി നടത്തി നിങ്ങൾ എവിടുത്തെ ആൾക്കാരാണ്, നിങ്ങൾ എന്താൾക്കാരാണ്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഹിന്ദുക്കൾ ചോമാർക്ക് ഞങ്ങളുടെ നാട്ടിൽ 28 ഇല്ല, 28 ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കരിവാള ഇട്ട് കൊടുക്കും, തേനും വയമ്പും ചാലിച്ചു വരെ ഒരു പുതിയ ഡ്രസ്സ് അന്ന് ഇട്ട് കൊടുക്കും. ചരട് എല്ലാവരും കെട്ടുന്നില്ല. ചിലവര് 100-ഒരു 50% ആൾക്കാരൊക്കെ അച്ച വീട്ടിൽ നിന്ന് വന്നിട്ട് ചിലപ്പോൾ ചരട് കെട്ടും, ചിലപ്പോൾ അച്ച വീട്ടിൽ വരും, ചിലപ്പോൾ വരില്ല. അതിന് ഇപ്പോഴിങ്ങനെ കാലങ്ങൾ ഇങ്ങനെ വരുന്ന പുതിയ പുതിയ മോഡൽ. ആദ്യമൊക്കെ കല്യാണം 2 ദിവസമല്ല, 5 ദിവസമായിരിക്കും. ഇപ്പം എന്തൊക്കെ ഹെൽത്തി, സംഗീതം, മറ്റേത് മറിച്ചതൊക്കെ നമ്മുടെ കാര്യത്തുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കാര്യങ്ങൾ വേണം. അപ്പോൾ എല്ലാവരും 28 ഇങ്ങനെ ആണെങ്കിൽ എല്ലാവരും 28 നടത്തി അങ്ങനെ ചെയ്തു തുടങ്ങി. അല്ലാണ്ട് ഞങ്ങളുടെ ജാതിയിലെ പ്രത്യേകിച്ച് 28 ഒരു ആഘോഷം ഉത്സവമൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിൽ നായന്മാരിൽ ആ ഒരു ആൾക്കാർക്കാണ് 28 നടത്തുന്നത്. ഞങ്ങൾ തൃശ്ശൂർ ഞങ്ങൾക്ക് പിന്നെ ഒരു 5 വയസ്സ് വരെയൊക്കെ ഉണ്ടാവും. ചോറ് കഴിക്കും, ശർക്കര പായസം ഉണ്ടാവും, സൂപ്പറായി. അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ ഇപ്പൊ പിന്നെ 90 ഞങ്ങൾ നടത്തുക. ഞങ്ങൾ ഈ ചോമാര് 90-ാം ദിവസം കുട്ടിയുടെ ചെവിട്ടിൽ പേര് വിളിക്കുക. അന്ന് തന്നെ ചരട് കെട്ട്. ഞാൻ എൻ്റെ കുഞ്ഞിനും പൊന്നിനൊക്കെ അന്ന് തന്നെയാണ് ചരട് കെട്ടിയതിന് മുന്നേ ചരട് കെട്ടിയിട്ടില്ല. ഇപ്പം കാര്യങ്ങൾ പോകുമ്പോൾ ഓരോ മോഡലിനും വേണ്ടി ചെയ്യുന്നു. നമ്മളിപ്പോൾ വീഡിയോയ്ക്കും വേണ്ടി ചെയ്ത് പോകണം, ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്ത് പോകണം, അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഇപ്പം അത് നടത്തായപ്പോൾ നിങ്ങളുടെ ഇപ്പം താവര കാശ്. പിന്നെ ഒരു കമൻറ്റ് കണ്ടു കേട്ടോ, ഇവരിൽ കാശ് തീർന്നു കഴിഞ്ഞാൽ ഒരു ദുഃഖത്തിൽ വർത്താനം പറയും, കാശ് ഉണ്ടെങ്കിൽ ഒരു ഹാപ്പിയാണ്. അതിപ്പോൾ എല്ലാവരും അങ്ങനെയല്ലേ, ഞങ്ങൾ മാത്രം. എന്തും ഈ കമന്റ് ഇട്ട ആളാണ് ഒന്നിക്കും കാണാൻ പറ്റും. ഞാൻ കാശില്ലാതെ ഞങ്ങളുടെ ദുഃഖത്തിന് കാശില്ലാണ്ട് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും അക്കൗണ്ട് നിങ്ങൾക്ക് 1 രൂപ തരണ്ട. ഈ നിമിഷം വരെ ഒരാളിൽ നിന്നും 1 രൂപ ഞങ്ങൾ കൈപ്പറ്റി, ഞങ്ങളുടെ സബ്സ്ക്രൈബറിൽ നിന്ന് ഒരാളിൽ നിന്ന് 1 രൂപ ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല. പറയട്ടെ, ഞാൻ ഈ വയ്യാണ്ടായപ്പോഴും നമ്മുടെ ഒരു നല്ല യൂട്യൂബ് ചാനലിൽ ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാശ് തരാൻ എനിക്ക് ആഗ്രഹം പറഞ്ഞു. ഞാൻ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഒന്നും വേണ്ട, ഇപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പകരം എന്തെങ്കിലും വേണ്ടി വരികയാണെങ്കിൽ ഞാൻ ചോദിക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടായിരുന്നോട്ട് ഒരാളെ ഇതാക്കാൻ പറ്റില്ല, വേണ്ടി വന്നെങ്കിലും ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ നമുക്ക് ആളെ വില കുറയ്ക്കാൻ. അപ്പോൾ ഞാൻ എന്തെങ്കിലും വേണ്ടി വരികയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കും, ഇപ്പോൾ ഒന്നും വേണ്ട, എനിക്കെന്താ മേടിച്ച് വെച്ചാൽ പുളിക്കൂ, ഒക്കെ മേടിച്ചേക്കായിരുന്നില്ലേ, എൻ്റെ അക്കൗണ്ട് നമ്പർ താഴെന്നുകൊണ്ട് 2-3 ആഴ്ച എന്നോട് അവർ ചോദിച്ചു, ഞാൻ കൊടുത്തില്ലല്ലോ. അങ്ങനെ കാശിനെ അർത്ഥ പിടിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആരുടേതും ഒന്നും ഫ്രീ ആയിട്ട് കിട്ടുന്നത് താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. ഒരാളിലേനും ഇപ്പം ഞാൻ ജന്മന 4 മക്കളില്ല, അവരുടെ തന്നെ ഒരു പരിധി വിട്ടിട്ട് പൊന്നിനോടൊരു സാധനം ഞാൻ ചോദിക്കാറില്ല. പൊന്നിപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു ഫാമിലി, അവളിൽ കയ്യിൽ കാശുണ്ട്, ഒരു കാര്യം 1 രൂപ ഞാൻ അവളോട് ആവശ്യപ്പെടാറില്ല. ചോദിച്ചു അവളെ അച്ഛൻ്റെ മുന്നേ തന്നെ. ഈ മനുഷ്യൻ എത്രയോ വർഷം ഗൾഫിലായിരുന്നു, ഈ മനുഷ്യനെ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് എനിക്ക് എത്തി കൊണ്ടുവരാൻ ഞാൻ ചോദിച്ചേക്ക്, എനിക്കത് വേണം എന്ന്. ഞാൻ ഈ മനുഷ്യൻ ഗൾഫിലെടുക്കുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണോ ഞാൻ എന്ത് പറയാറ്, ഒന്നും വേണ്ട കേട്ടോ, ഒന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് എൻ്റെ അമ്മ എന്നെ ചിത്രം, നിൻ്റെ മക്കൾക്ക് ടാങ്ക് കറക്കുന്നത് ഇഷ്ടമില്ല, അപ്പോൾ നിനക്ക് ടാങ്ക് പറഞ്ഞൂടെ, കുട്ടികൾക്ക് ആവശ്യം നിനക്ക് വേണ്ട, നീ ഒന്നും പറയണ്ട, നിനക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനം പറഞ്ഞു. എൻ്റെ അമ്മ വരുമ്പോൾ എന്നോട് അന്യോ കുട്ടികൾക്ക് ടാങ്ക് കറക്കുന്നത് ഇപ്പോൾ ഒരു കാര്യം പറയില്ല. എൻ്റെ അമ്മ എന്നോട് അത്രയും പോലെ ഞാൻ എന്നോട് സാധനം ബുദ്ധിമുട്ടിയിട്ട് ഞങ്ങൾ ഗൾഫിൽ പോയി എന്നോട് ബുദ്ധിമുട്ടിച്ചിട്ട് എന്തെങ്കിലും സാധനം മേടിപ്പിച്ചെന്ന് ചോദിക്കും. ഇതൊക്കെ ഈ മനുഷ്യൻ്റെ മുന്നേശല്ലേ ഞാൻ പറയണത്. എനിക്കിഷ്ടമില്ല എൻ്റെ ഭർത്താവിനെ ഒരു പരിധി വിട്ടിട്ട് ആളെ ബുദ്ധിമുട്ടിച്ച് സാധനം മേടിച്ച് കഴിയുമ്പോൾ
എനിക്ക് അവകാശപ്പെട്ട ആളാണ്. പക്ഷെ എന്നാലും എനിക്ക് ഞാൻ കുട്ടിക്കാലം തൊട്ട് അങ്ങനെ എനിക്ക് ഞാൻ ഈ കൈ ചേർക്കുകയാണെങ്കിൽ ആരും പഠിച്ചോണ്ടില്ലല്ലോ. അതാ നമ്മുടെ കൈ വെച്ച് തലയിൽ കൈ ചേർക്കുന്ന സുഖം വേറൊരാളെ കൈ തലയിൽ വെച്ചെടുക്കുമ്പോൾ ഇപ്പല്ലെങ്കിൽ വലിക്ക് പരിച്ചോണ്ട് അതിൽ ആ ഒരു ട്രസ്റ്റ് ഉണ്ടായിട്ടില്ല പോലെ അതിൻ്റെ വേറെ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് പോയാലോ പണിക്ക് കുറെ ടൈം ആൾക്കാർ പോരടിപ്പിക്കില്ല. നമ്മൾ ചോദിക്കണതിനുള്ള മറുപടി പറയണതാണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കണ്ട. അങ്ങനെ ഞാൻ മയിലൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് ഇരുമ്പാമ്പുളി കിട്ടിയിട്ടുണ്ട്, അതൊക്കെ നന്നാക്കി വെച്ചിട്ട് നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി നമുക്ക് സെറ്റാക്കി. ഞാൻ ആ മീൻ കാലം വരാണെങ്കിൽ എന്തെങ്കിലും തരി മീൻ മേടിച്ച് വറക്കാന്ന് വെച്ചു, ഒന്നില്ല. കുഴപ്പമില്ല, കുണുക്കിപ്പോ മീൻ വറുത്തത് കൂട്ടിയിട്ട് ചോറിന് ഇപ്പൊ കറി കിട്ടുന്നുണ്ട്. അപ്പൊ അതിന് വന്ന് കുറച്ച് കിട്ടിട്ട് ഇപ്പൊ മീൻ വറുത്തത് കൂട്ടിയിട്ട് ചോറിനാണ് ഇഷ്ടം. ഇതിപ്പോ കറി വെക്കില്ലേ, ഇരുമ്പാമ്പുളി കൂട്ടി ചോറിട്ട് എന്ത് ചെയ്യാന്ന് പറയല്ലോ, മൈ ഫേവറേറ്റ്. നോക്കിയോക്കാം നമുക്ക് ഓരോന്നും ചെയ്തിട്ട് അപ്പൊ പോയാൽ നമുക്ക് അങ്ങനെ ഉച്ചകൊണ്ടിലേക്കുള്ള നമുക്ക് കറി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഒരു 3 അയില പിടിച്ച് വെച്ചിട്ടുണ്ട്, 1/2 കിലോനാണ്. അപ്പം അതിലേക്ക് 2 പച്ചമുളക് ചീന്തിയിട്ടു. പിന്നെ അത്യാവശ്യം ഒരുപാട് മൂത്തതല്ല കേട്ടോ, വലിയതൊക്കെ ഒരു 5-8 വലിയ ഇരുമ്പമ്പുളികൾ, ബാക്കിയൊക്കെ കുഞ്ഞു കുഞ്ഞു ഇരുമ്പമ്പുളിയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഇരുമ്പമ്പുളി കൂടുതലുണ്ട്, പക്ഷേ ഇത് കറക്റ്റ് പുളിയാണ് കേട്ടോ. ഇരുമ്പമ്പുളിയുടെ പുളിയുള്ളപ്പോൾ വേറെ പുളി നമ്മൾ ഒഴിക്കരുത്. ഒരു 5-8 ചുവന്നുള്ളി, ഒരു തുണ്ട് ഇഞ്ചി, കറിവേപ്പില ഇട്ടു കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരു 3/4 ടീസ്പൂണോടത്തോളം മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഡപ്പഴത്തെ മഞ്ഞൾപ്പൊടി കുറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് വെച്ചു. പിന്നെ ഉപ്പിട്ടു. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് അരപ്പ് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് നാളികേരം എടുത്ത് ഒരു 1.25 ടീസ്പൂൺ മുളകും പൊടി വെച്ചിട്ട്, എന്താ വെച്ചാൽ കുറേശ്ശേക്ക് ഇതിൽ അരയ്ക്കാൻ പറ്റും. കുഞ്ഞ് ചാറ നമ്മുടെ മിക്സി കേടായില്ല, പ്രീതിയുടെ മിക്സി നമ്മളാകെ 1 വർഷം യൂസ് ചെയ്തില്ല, കേടായി ശരിയാക്കാൻ പറ്റണില്ല. പ്രീതിയുടെ മിക്സിക്ക് ഭയങ്കര കംപ്ലൈൻ്റാണ്. അങ്ങനെ നമ്മളെ മിക്സി കേടതിന് ശേഷം പൊന്നിൻ്റെ മിക്സിയുടെ യൂസ് ചെയ്തിരുന്നു, അതും തീരെ ഒരു ഗുണില്ല. പൊന്നൊന്ന് വിലക്കുറവ് മേടിച്ച് മിക്സി പ്രീതിന് കേട്ടോ ഒരു കാര്യമില്ല. അപ്പോൾ ആ ചെറിയ ചാറിൽ ഞാൻ കുറേശ്ശെ എടുത്തിട്ട് അരയ്ക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു 3/4 ടീസ്പൂൺ മുളകും പൊടി ഇട്ടു, കുറച്ച് നാളികേട്ട് വീണ്ടും അരച്ചു കൊടുത്തു കേട്ടോ. മുളകും പൊടി നല്ല എരിവുള്ള ഞാൻ കുറേശ്ശെ ഇടണുള്ളൂ, നിങ്ങളുടെ മുളകിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം കേട്ടോ. നിങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടിയ മുളക് ഭയങ്കര എരിവാണ്, അപ്പോൾ ഞാൻ കുറേശ്ശെ ഇടണുള്ളൂ കേട്ടോ. പിന്നെ ഈ ഇരുമ്പാമ്പുളി ഇട്ടിരിക്കുന്ന മീൻ കറിക്ക് ചുവപ്പ് നിറത്തിനേക്കാൾ ഭയങ്കര മഞ്ഞ കളറാട്ടോ, ലൈറ്റ് മഞ്ഞ ഷെയ്ഡാണ് ആ കറിക്കൊരു ഭംഗിയിട്ടോ. പിന്നെ ഞാൻ അത് ഒഴിച്ചു, ഒരുപാട് കട്ടി കുറയ്ക്കണ്ട കേട്ടോ, എന്താ വെച്ചാൽ നമ്മുടെ ഇരുമ്പാമ്പുളിയിൽ നിന്ന് വെള്ളം ഇറങ്ങാണ്ട്, അപ്പോൾ കറി ഭയങ്കര ലൂസായി മാറും. അങ്ങനെ നമ്മൾ ആ കറിയൊക്കെ അടുപ്പത്ത് വെച്ച് കുറച്ച് പച്ചവെളിച്ചിന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ ഇപ്പോഴത്തേക്ക് നമ്മൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. രാവിലെ ഞാൻ കടല വേവിച്ചിരുന്നു, കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു, കറിക്ക് കുറച്ച് കറി വെച്ചു, കുറച്ച് ഉപ്പേരിക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു മൺചട്ടി, ഇപ്പോൾ ഞാൻ കൂടുതൽ മൺചട്ടിയിലാട്ടോ ഉപ്പേരി കാച്ചിട്ട്, അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ്. അതിൽക്കിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു, പിന്നെ ഇഞ്ചിയും ചുവന്നുള്ളിയും ചതച്ചിട്ടു, കറിവേപ്പില ഇട്ടു കേട്ടോ. അത് നന്നായി അങ്ങോട്ട് മൂത്ത് വരുന്ന സമയത്ത് ഈ ഒരു കടലപ്പേരി ഉണ്ടല്ലോ, പഴഞ്ചോറിനും കഞ്ഞിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നന്നായി ചിലർ കറി മസാലയുടെ പൊടി ഇട്ടിട്ട്, നമ്മൾ അതൊന്നും ഇടില്ല കേട്ടോ. പിന്നെ കുത്തിയ മുളക് ഇട്ടു, മുളക് പൊടി ഇട്ടു, നന്നായി മൂത്തപ്പോൾ ഒരു പിടി നാളികേരം ഇട്ടുണ്ട് കേട്ടോ. നമ്മൾ കടല ഇട്ടിട്ട് ഒന്ന് ചൂടായി അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എരിവൊക്കെ നന്നായി പിടിക്കും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാൻ മീൻ കറി കാച്ചാനുള്ള ഉള്ളി അരിയാട്ടോ. അപ്പോഴേക്കും ഞാൻ അപ്പുറത്ത് പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജാറിൽ കുറച്ച് തൈര് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ മീൻ കറിക്ക് ഞാൻ കുറച്ച് കൊച്ചുള്ളി വറുത്ത് കോരുകയാണ്. അതിലേക്ക് കറിവേപ്പില ഇട്ടു, ഉണ്ടമുളക് ഇട്ടിട്ട് നമ്മുടെ വറ്റമുളക് ഇട്ടു, അത് കാച്ചിരി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് മീൻ കറി നമ്മുടെ സെറ്റ്. ഇരുമ്പാമ്പുളി ഇട്ട കറി വേറെ ലെവലാട്ടാ. അപ്പോൾ നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കില്ല. അപ്പോൾ നല്ല കട്ട തൈര്, അതിലേക്ക് നല്ല ജീരകം ഇട്ടു, നാളികേരം ഇട്ടു, പച്ചമുളക് ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ടിട്ട് അരച്ച് കൊടുന്നു കേട്ടോ. അരപ്പിലേക്ക് നല്ല കട്ട തൈര് അരച്ച് കൊടുന്ന് ഒഴിക്കുക കേട്ടോ. ഒഴിച്ച് നമുക്ക് ഇത്ര കട്ടി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടുണ്ടോയെന്ന് കറക്റ്റ് പാകമാണോ നോക്കാം കേട്ടോ. പുളിയും കട്ടിയൊക്കെ നമ്മുടെ ആവശ്യാനുസരണം കേട്ടോ. പിന്നെ നമുക്കിത് കാച്ചാല പരിപാടി നോക്കാം. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച്, ഉലുവ പൊട്ടിച്ച്, മുളക്, കറിവേപ്പില, ഉണ്ടമുളക്. ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തത്. നമ്മൾ ആ എണ്ണയ്ക്ക് തൈര് അരപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തൈര് പിരിയും. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു, ആ തിളച്ചതിന് ശേഷം നമ്മൾ ഈ അരപ്പായിരിക്കും ഒഴിച്ചു. അത് ജസ്റ്റ് ഒന്ന് ചൂടായി മതിയിട്ട്, തിളച്ച് പൊന്താണ്ട് ഒന്ന് ചൂടായി നമുക്കത് ഓഫ് ചെയ്ത് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിശ്ശേരിയുമായിട്ടാണ് ഇതായപ്പോഴാണ് എനിക്ക് ഒരു മുട്ട ഓംലേറ്റ് കൂട്ടി ചോറിണ ഒരു ആഗ്രഹം തോന്നിയത് കേട്ടോ. പിന്നെ ഇവിടെ ചിലവർക്ക് മീൻ കറി പറ്റില്ല, അങ്ങനത്തെവർക്ക് പുളിശ്ശേരി വേണം. പിന്നെ മുട്ട ഓംലേറ്റ് ആണെങ്കിൽ മുട്ട ഓംലേറ്റ്, പപ്പടം ഇല്ല, മീൻ വറുത്തില്ല. അപ്പോൾ അതിനെ കൂട്ടിയിട്ടപ്പോൾ ഞാൻ ഒരു 4 കോഴിമുട്ട എടുത്തിട്ട് ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ
സബോള അരിയാൻ പോയിട്ട് ഞാൻ ഇവിടെ ക്യാമറ ഓൺ ആക്കിയിട്ട് സബോള അരിയാൻ പോയി, അതാണ് ഉണ്ടായത്. കറി ചെറിയ തീയിലാണോ ചോദിച്ചല്ല, ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. നമുക്കിത് ഇങ്ങനെ ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ ഇടാണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു കറിയിൽ ഒത്തായിട്ട് പഞ്ചസാര ഇട്ടതിന് പുളിശ്ശേരിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൊടുക്കാം. പിന്നെ ഞാൻ ആ കാച്ചിനരിക്ക് ഒരു സാധനം കൂടി ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഉലുവപ്പൊടിയില്ലേ അതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉലുവപ്പൊടിയും ജീരകപ്പൊടിയും ഇതിലില്ല, ജീരകം ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതൊരു തരി ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല മണമായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടാണ്. അങ്ങനെ കറിയൊക്കെ ഒന്ന് ഇളക്കി വേറെ പാത്രത്തിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു സബോളയും കുറച്ച് പച്ചമുളക് അരിഞ്ഞേക്കും, ഒരു കോഴിമുട്ട തട്ടി ചെറിയ പാത്രത്തിൽ ഒഴിക്കും. എനിക്ക് ആവശ്യമുള്ള അങ്ങനെയാട്ടെ ഞാൻ ഉണ്ടാക്കുക, ഓരോ മുട്ട. അപ്പോൾ ഇത് ഇട്ട നേരം കൊണ്ട് അപ്പോൾ വീണ്ടും ഞാൻ അടുത്ത കോഴിമുട്ട ഗ്ലാസ്സിൽ ഒഴിച്ചു, തരി സബോള ഇടും, പച്ചമുളക് ഇടും, ഉപ്പിടും, തട്ടും. അപ്പോഴേക്കും അടുത്തത് അങ്ങനെയാട്ടെ ഞാൻ ഉണ്ടാക്കുക. ഒക്കെ കൂടി ഒരെണ്ണത്തിൽ ഒഴിക്കില്ല. അപ്പോൾ നമുക്ക് കോഴിമുട്ടയുടെ ചിലത് കട്ടി കൂടും, കട്ടി കുറേ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആകുമ്പോൾ നല്ല സുഖം, പെട്ടെന്ന് പരിപാടി കഴിയുകയും ചെയ്യും. കറക്റ്റ് അളവായിരിക്കും. ഓരോ കോഴിമുട്ട എല്ലാവർക്കും ഓരോന്ന് വെച്ചിട്ട് ഉണ്ടാക്കി. നമ്മൾ അത്യാവശ്യം വലിയൊരു ഫാമിലി അല്ലേ, ഓരോ മുട്ട കറക്റ്റ് പാകത്തിലിട്ടാ. അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് സെറ്റായി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഉച്ചത്തെ ഫുഡ് ഉണ്ടാക്കലൊക്കെ ഏകദേശം ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ഫുഡ് ഉണ്ടാക്കലൊക്കെ ആ പണിയൊക്കെ കഴിച്ചു. അടുക്കളൊക്കെ ഇത് ക്ലീൻ ആക്കിയിട്ടു, കുണുക്കിന് കുളിപ്പിച്ചു, ഞങ്ങൾ കുളിച്ചത്. അപ്പം ഞാൻ ഏട്ടാ കുളിക്കട്ടെ. അപ്പോഴേക്കും ഞാൻ ചോറൊക്കെ ഇട്ടേക്കട്ടെ ഏട്ടാ. ഇനി ഇതൊക്കെ കുണുക്കൻ്റെ ഇടയിൽ കുളിച്ച് ചെയ്ത് ഈ പാത്രം മാത്രം ബാക്കിയൊക്കെ നമ്മുടെ ക്ലീൻ. അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് സെറ്റായി കേട്ടോ. അപ്പോൾ ഉച്ചയൂണിനുള്ള കറികളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരുപാടൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കറികളാട്ടോ. കുറച്ച് പുളിശ്ശേരി, പിന്നെ കണ്ട നല്ല കട്ടല ഉപ്പേരി കണ്ട. ഇതും കഞ്ഞി ഭയങ്കര ടേസ്റ്റാട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഓംലേറ്റ് ഉണ്ട്. നമ്മുടെ മീൻകറി നോക്കി, എന്ത് ചന്ത അല്ലേ. ചന്ത മാത്രമല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. നമ്മുടെ നാട്ടിൽ നിന്ന് മാറി കഴിഞ്ഞാൽ പലരും പല തരത്തിൽ വെക്കണവരുണ്ടാവില്ലേ. അപ്പം അത് ഞാനും വല്ലപ്പോഴൊക്കെ കോട്ടയം സൈഡ്, കൊല്ലം സൈഡ് കറികളൊക്കെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് വെറൈറ്റികൾ ടേസ്റ്റ് ചെയ്യാമല്ലോ. ആദ്യം നമുക്ക് ഈ പാത്രത്തിൽ കുറച്ച് ചോറിടാം. അന്വേട്ടനുള്ള കേട്ടോ. അന്വേട്ടനോട് 2-3 പ്രാവശ്യം പറഞ്ഞു, നീ ഈ പാത്രത്തിൽ കഴിക്കുന്നതാണെങ്കിൽ എനിക്കും കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന്. പിന്നെ ഇത് അന്വേട്ടനുള്ള കേട്ടോ. അപ്പം അന്വേട്ടൻ മാത്രമല്ല അത് കഴിക്കുക, ഇത് കുണുക്കന് കൂടി ഇതിൽ ഷെയറിങ് ആണ്. നീ ചോറുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാലും കുറച്ചൊന്ന് പരത്തിട്ട് കൊടുക്കണം. ഉണക്കനും കുണിക്കൊക്കെ ഇതിൽ ഈ ചോറ് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കൈയിട്ട് പരത്തും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കടല ഉപ്പേരി ഇട്ട് കൊടുക്കാം. കടല ഉപ്പേരി, സൈഡിലൊരു ഓംപ്ലേറ്റ്. അയിലയ്ക്ക് എപ്പോഴും ടേസ്റ്റ് എന്താണെന്നറിയാം, അയില മണ്ട. പിന്നെ കുണുക്കൻ ഷെയർ ചെയ്യാനും ഒരു കഷ്ണം കൂടി ഞാൻ ഇട്ടുണ്ട് കേട്ടോ. അത് എന്നോട് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഇരുമ്പാമ്പുളിങ്ങ ഇങ്ങനെ കറി വെച്ചതൊക്കെ. അപ്പം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം മൂത്ത ഇരുമ്പാമ്പുളി ആണെങ്കിൽ രസം ഉണ്ടാവില്ല കേട്ടോ, നല്ല ചള്ളി ഇരുമ്പാമ്പുളി വേണം. പിന്നെ ഇരുമ്പാമ്പുളി ഇടുന്ന കാണുമ്പോൾ നിങ്ങൾ ചോദിക്കണോ കറിക്ക് ഭയങ്കര പുളിയാണോ? ഒരിക്കലും അല്ല കേട്ടോ. ഇരുമ്പാമ്പുളിയുടെ കറിയിൽ നമ്മൾ വേറെ പുളിയൊന്നും ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ഇരുമ്പാമ്പുളിയുടെ കറിയിൽ എപ്പോഴും ഇരുമ്പാമ്പുളിയുടെ ടേസ്റ്റ് നല്ലത്. അതേപോലെ കുറച്ച് നാരങ്ങച്ചാറ് തൊട്ട് നിൽക്കാൻ. പിന്നെ നമ്മുടെ മെയിൻ താരം കുറച്ചിങ്ങനെ ചിറ്റി വെച്ച് കൊടുക്കുക.
പുളിശ്ശേരി ഇതൊക്കെ കൂടി ഒരു പിടുത്തം. പപ്പടം കൂടി വേണ്ടതായിരുന്നു. പപ്പടം തീർന്നു. ഇപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ പീടിയെ പോയിട്ട് ഇപ്പം നമ്മുടെ ഉച്ചൂണൊക്കെ സെറ്റായിട്ട് അപ്പം അഞ്ചേട്ടനും കുണുക്കനും കുണിക്കിളാട്ടത്. കുറച്ച് ചോറ്, കുറച്ച് ചോറ്. ഓയ് ഇതാടെ വരുന്നോ വിശക്കണു. ഇതാ വരുന്നോ അപ്പയുടെ കൂടെ ചോദിച്ചേ. അല്ല അയില ഇരുമ്പാമ്പുളിങ്ങ. കടലുപ്പി നല്ല നോക്കണേട്ടാ. കടല ഉപ്പേരി, കുറച്ച് അച്ചാറ്, ഒരു ഓംപ്ലേറ്റ്. ഈ പുളിശ്ശേരി തുള്ളി നമുക്കിവിടെ കണ്ണാണ്ടിരിക്കാൻ ഒഴിക്കാന്ന് മാത്രം. എനിക്കിത് ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. നല്ല ഓംപ്ലേറ്റാ. അപ്പൊ എന്റെ ഫുഡ് സെറ്റാണ് കേട്ടോ. അല്ലേട്ടാ ഞാൻ കഴിക്കണത് കാണിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കഴിക്കുന്നത് കാണിക്കില്ല. അമ്മ വായ കുട്ടിയരാ. മീൻ കുട്ടി മാ മുട്ടിയല്ലേ അമ്മ? മുട്ടയില്ല. മുട്ട നീ തിന്നണ്ട. നമ്മുടെ കുണുക്കൻ ചോറ് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ഒരു നടുകഷ്ടം ഞാൻ അവനെ ഇട്ടുണ്ട്. അതും കിട്ടാൻ നിൽക്കുന്നു. അവൻ്റെ അപ്പം അവിടേക്ക് വേദിച്ചിട്ട് ഞാൻ അവിടേക്ക് ഇട്ടു വെച്ചു. അവൻ ഇന്ന് അപ്പൻ്റെ ഒന്നാറ് നടു പീസ്. ഞാൻ ആ കറി ടേസ്റ്റ് ആ ഇരുമ്പാമ്പിളൊന്ന് കഴിച്ചിട്ട് ആദ്യം പറയാം. വെള്ളം അവിടെ ഉണ്ട്. ഞാൻ ഇതൊന്നും ഇട്ടില്ല. നല്ല രസമുണ്ടല്ലോ ഇരുമ്പാമ്പുളിയിട്ട കറിക്ക്. എങ്ങനെയുണ്ട്? അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. ഓംപ്ലേറ്റും എടുക്കട്ടെ. ഇരുമ്പാമ്പുളി മാത്രം മതിട്ടോ. മീൻ കറിയത്ത് ഇരുമ്പാമ്പുളി മാത്രമേ ചോറിന്. ചോറ് നോക്കുന്നില്ലാത്തത്. കുടിക്ക് പണ്ട് ചോക്ലേറ്റ് കഴിച്ചിട്ട് വിശപ്പില്ലാന്ന് പറഞ്ഞു. അവള് പിന്നെ അതൊക്കെ ഇടയിൽ വന്നിട്ട് പുഴുങ്ങി മുട്ടായിച്ചില്ല. ഒരുവിധം കഴിച്ചു. 4 പുഴുങ്ങിയാലും 3 കഴിക്കും. എങ്ങനെയുണ്ട് കറി? സമയം 4 മണി കഴിഞ്ഞിട്ട് ചോറിനുള്ള ടൈം 4 മണി കഴിഞ്ഞിട്ട് നല്ല വിശപ്പായില്ലേ. അതിനിടയില് 3 പുൾസേക്ക് കയറ്റിട്ടാ. അങ്ങനെ ഊണൊക്കെ കഴിച്ചു ഞങ്ങൾ റൂമിലേക്ക് എത്തി. ഞങ്ങളുടെ സൗകര്യത്തിലേക്ക് എത്തി. കേട്ടാ കുറച്ച് നിങ്ങൾ രണ്ടും കൂടി കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്ന് വീഡിയോ എഡിറ്റ് ചെയ്യും. ഞങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ നേരിട്ട് പൂവൊക്കെ കളിക്കുന്നത് കേൾക്കാം. എന്നിട്ടാ എന്തേ എന്തോ പത്തിൻ്റെ തണ്ടിൽ നിർത്തിട്ടെ. എനിക്ക് ബ്രസ്റ്റ് വേദനയുണ്ട്. അത് വീണ്ടും ഒരു ചെറിയൊരു ഇത് വന്ന് പൊട്ടി വീണ്ടും അത് വീണ്ടും പൊട്ടി ഓട്ടെ. അതൊക്കെ സ്റ്റിച്ച് അവിടെയല്ല. അത് എപ്പോഴും അത് സ്റ്റിച്ചിൻ്റെ സ്ഥലത്തിനായിട്ട് കറക്റ്റ് ഓട്ട ആവുന്നത്. അതിന് എന്തായാലും സൗമ്യനടുത്ത് നമ്മൾ പറയണം. അതെന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പഴുത്ത് പൊട്ടുന്നതെന്ന് അറിയുന്നത്. അങ്ങനെ
പിന്നെന്താ വിശേഷം പറയാണ്ടോ ഇന്നത്തെ അയിലക്കറി കുറിച്ച് പറയാം. അയിലക്കറി കിട്ടോ വേറെ ലെവലാട്ടോ. നല്ല അയില്, നല്ല ഇരുമ്പുളി, നല്ല നല്ല കഴിക്കും. അല്ലാണ്ട് വെറുതെ ഇരുമ്പുളി ഇട്ടിട്ട് അയിലക്കറി നന്നാവും വെറുതെ പറയണ്ട. നമ്മളിപ്പോ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ല മീൻകറി കഴിച്ചിട്ട് നല്ല മീൻ കിട്ടുമല്ലോ. നല്ല വെട്ട് മീൻ മേടിച്ചിട്ട് കറി കഴിക്കുന്നല്ല. ഈ അയില നമ്മൾ മേടിച്ചതാകും. നമ്മള് സ്ഥിരം അയില തന്നെ മേടിക്കുന്നത്. 3 അയില മേടിച്ചത് 8 ആളിനെയാണ്. 3 അയിലാണ് അത് 8 7 ആളുണ്ട്. അപ്പൊ പോയരാ സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി. നമ്മുടെ നാട്ടിലല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി നോക്കട്ടോ. പക്ഷെ എന്നോട് നമ്മളെ പേര് പറഞ്ഞില്ലായിരുന്നു. ചേച്ചിയുടെ കറിയൊക്കെ സൂപ്പറാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ്. ശിവജേജിനൊക്കെ കൂടെ ശരി. ബൈ.